മാരിവില്യം ഗോപുരങ്ങൾ എൻ്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് ലൂക്കയ്ക്ക് ശേഷം. 2010 ലൂക്ക ഇറങ്ങിയത്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പം അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാരിവില്യം ഗോപുരങ്ങൾ ഒരു അർബൻ ഫാമിലി ഡ്രാമയാണ്, ഒരു എൻ്റർടൈനറാണ്, എൻഡ് ടു എൻഡ് ഒരു ഫൺ ഫിലിമാണ്. ഷെറിൻ, ഷിൻറ്റോ, റോണി, മീനാക്ഷി ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എൻ്റർടൈനർ ആണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ, 2 കപ്പിളിൻ്റെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കാലയളവിന് ശേഷം പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് 3 സോങ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എൻ്റർടൈനർ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്യം ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷനാണ്, ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം, കോക്കേഴ്സ് മീഡിയ എന്ന ബാനർ, വിദ്യാസാഗർ ജിയുടെ മ്യൂസിക്, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ എൻ്റെ കരിയറിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരിവില്യം ഗോപുരങ്ങൾ. അതിൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെ നല്ല സിറ്റ്കോം സീരീസുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്റ്റണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഡാൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. അത് പിന്നെ കുറേ ദിവസമായി ഇത് ഇറങ്ങാൻ കാപ്പിക്കളും. അപ്പോൾ ഈ 16-ാം തീയതിക്ക് വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല. ഇതിനകത്ത് നമ്മളങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അങ്ങനെയൊന്നും ജഡ്ജ്മെന്റിലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. അത് സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ടീം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ആണ്. എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീനിൻ്റെ ഒരു ഭാഗമാക്കാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ ആൻഡ് ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തു. മാരിവില്യം ഗോപുരങ്ങൾ തീർച്ചയായും ഒരു ഫൺ എന്റർടൈനിങ് അല്ലെങ്കിൽ
ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോപ്പർലി ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ്, അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകൾ, ഭരതന്റെ സിനിമകൾ, റിലേഷൻഷിപ്പിലാണ് ഇതിൽ. അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടിയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ആവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡ്, തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. എൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് 2 സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെയും ഹാരയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം. ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വേറെ ഉള്ളത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള 2 സ്പീഷീസ് ആണ് ലിറ്ററലി ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട്, ഐ മീൻ ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിലും ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരല്ല, ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതും എൻ്റെ അഡ്വഞ്ചർ ആയിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുക എന്ന് കരുതി ഒരു ക്ലൗഡിങ് സിനിമയല്ല, ഇതൊരു സറ്ററിക്കൽ സിനിമയല്ല, സിറ്റുവേഷണൽ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം, ഈ കോൺസെപ്റ്റ് ബേസിക്കലി ആക്ച്വലി 3 ക്യാരക്ടർ, ഷിൻഡോ, ഷെറിൻ, മീനാക്ഷി, റോണിയായിരുന്നു അന്ന് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവേണ്ടിയിരുന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളാണ് ഞങ്ങൾ, ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്തു വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദുമായി ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് 1 വർഷത്തോളം ലിറ്ററലി ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ, നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്ന് ഒരു സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സ് ആണ്. ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ, പിന്നെ ഇവരുടെ കൂടെ അസിസ്റ്റന്റ് കൂടെ വളരെ എൻജോയബിൾ ആയൊരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്തതാണ്. ഈ സിനിമ കുറച്ചുകൂടെ ഹ്യൂമറാണ്. ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്ത ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. ബെൻസിയോട് അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങള് പെയറിങ് ആയതുകൊണ്ട് ബെൻസി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നൊരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്കായിരുന്നു അഭിനയിക്കുമ്പോൾ, അത് എല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് ഇങ്ങനെയുള്ള ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ. എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്.
അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. നമ്മളിപ്പം എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പടത്തിന്റെ ഒരു മെയിൻ പരിപാടി, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടുള്ള ഇച്ചിരി ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഹ്യൂമർ? ഞാൻ നായകൻ എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദികളിലൊക്കെ ഒരു ചെറിയൊരു റോൾ വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല, പക്ഷെ സിറ്റുവേഷനലി ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അത് മനസ്സിലുള്ള ബോണ്ടിങ് ആണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ്. ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, നിങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എനിക്ക് തോന്നുന്നല്ല, ഇപ്പം എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എൻ്റെ പാർട്ട്ണർ കൂടി വരട്ടെ, പാർട്ട്ണറിനെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവുക, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യട്ടെ, ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടും ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേൻ്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാൻ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് കാണും. ഇപ്പം നമ്മൾ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ് പോതിരിച്ചിരുന്ന, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ട് നടൻ ഒരു വലിയ ബ്ലെസ്സിംഗ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ്. പിന്നെ സമയം ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പം നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ സിനിമ നന്നായില്ല, അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്കിവിടെ ഇപ്പോൾ സിയാദക്കെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദക്ക. പക്ഷേ ഈ ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം.
ഉണ്ടായേ പറ്റൂ. ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. 10 Commandments ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട് സിനിമ, ഇംഗ്ലീഷ് ബോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ടേ. ആദ്യം ഒരു പ്രൊഡ്യൂസറിന്റെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയും.